നമ്മളിന്ന് ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയുടെ 791 മുതൽ 730 വരെയുള്ള നാമങ്ങളാണ് കാണുവാൻ പോകുന്നത്. ശ്ലോകങ്ങൾ 151 മുതൽ 155 വരെ. 151 ശ്ലോകം. സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ കവർദിനി കലാമാല കാമധുക് കാമരൂപിണി. സത്യജ്ഞാനാനന്ദരൂപ ദേവി സത്യവും ജ്ഞാനവും ആനന്ദവുമായ രൂപത്തോടുകൂടിയവളാണ് എന്ന ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. 700 നാമത്തിൽ നമ്മൾ ദേവിയെ സച്ചിദാനന്ദ രൂപിണി എന്നും 729 നാമത്തിൽ ആനന്ദകലിക എന്നും വിശേഷിപ്പിക്കുന്നതായി കണ്ടു. എല്ലാ കാലവും നിലനിൽക്കുന്നത് സത്യമാണെന്നും കണ്ടു. ദേവി ജ്ഞാനരൂപിണിയാണ് എന്ന് നാം മനസ്സിലാക്കിയതുമാണ്. സാമരസ്യപരായണ ശിവനും ശക്തിയും രണ്ടായി ആരാധിക്കുന്നുവെങ്കിലും രണ്ടുപേർക്കും കൂടുതലോ കുറവോ അല്ല രസം. രണ്ടുപേരും പരസ്പരം സമമായി തുല്യമായി വർത്തിക്കുന്നു എന്ന് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. സ അമരസ്യ പരായണ എന്ന് പിരിച്ചാൽ അമരന്മാരോട് കൂടിയുള്ള ലോകത്തിന്, അതായത് സ്വർഗലോകത്തിന് ആശ്രയമായുള്ളവൾ എന്ന് പറയാം. സാമരസ്യ പരായണ എന്നാണ് എങ്കിൽ സാമഗാനത്തിൽ താൽപ്പര്യമുള്ളവളെന്നും ദേവിയെ വിശേഷിപ്പിക്കാം. കബർദിനി ജടാധാരിയായ ശിവനെ കബർദി എന്ന് വിളിക്കുന്നു. അപ്പോൾ ദേവിയെ കബർദിനി, അതായത് ശിവൻ്റെ പത്നി എന്ന് വിശേഷിപ്പിക്കാം. കബർദത്തോടു കൂടിയവൾ എന്നും പറയാം, അതായത് ദേവി ജടയോട് കൂടിയവളാണ് എന്ന് അർത്ഥം വരുന്നു. 64 പുണ്യക്ഷേത്രങ്ങളിൽ ഒന്നായ ചഗ്ലാണ്ടി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കബർദിനി എന്ന ദേവതയാണ് എന്ന് പറയുന്നു. കലാമാല കലകളെ ഒരു മാലയായി ധരിച്ചവൾ, കലകളുടെ സമൂഹമായവൾ എന്നൊക്കെ പറയാം. 64 കലകളെയും ദേവി ഒരു മാലയായി അണിയുന്നു. അവയെല്ലാം ദേവീചൈതന്യം തന്നെ ആകുന്നു. കാമധുക് ദേവിയെ ഈ നാമം കൊണ്ട് കാമധേരു സ്വരൂപിണി, ആഗ്രഹങ്ങളെല്ലാം അനായാസം സാധിച്ചു തരുന്നവൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. കാമരൂപിണി കാമൻ എന്നതുകൊണ്ട് ഇവിടെ ശിവകാമീശ്വരനെ, അതായത് ശിവനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദേവി കാമൻ്റെ രൂപം ധരിച്ചവളാണ്. ദേവിക്ക് അനായാസേന ഇഷ്ടപ്പെട്ട രൂപം ധരിക്കാനാവുമെന്നും ഈ നാമം അർത്ഥമാക്കുന്നു. ദുർഗയായും കാളിയായും മറ്റും ഓരോ സമയവും രൂപം മാറുന്ന ദേവിയെ കാമരൂപിണി എന്ന് വിളിക്കാം. 152 ശ്ലോകം. കലാനിധി കാവ്യകല രസജ്ഞ രസശേവധി പുഷ്ടാ പുരാതന പൂജ്യ പുഷ്കര പുഷ്കരേക്ഷണ. കലാനിധി 64 കലകളുടെ ഇരിപ്പിടമായവൾ, ചന്ദ്രൻ്റെ ചന്ദ്രകലയ്ക്ക് ഇരിപ്പിടമായവൾ, തേജസ്സിൻ്റെ ഇരിപ്പിടമായവൾ എന്നൊക്കെ ദേവിയെ ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. കാവ്യകല കാവ്യ എന്നറിയപ്പെടുന്ന കലയാണ് ദേവി എന്ന് പറയുന്നു. ലഘുകാവ്യങ്ങൾ, മഹാകാവ്യങ്ങൾ, നാടകങ്ങൾ എന്നിവയെ കാവ്യങ്ങൾ എന്ന് പറയുന്നു. ദേവീ ചൈതന്യം ഉൾക്കൊള്ളുവാനായാലേ കാവ്യങ്ങൾക്ക് രസാസ്വാദനം ഉണ്ടാകാനാകൂ എന്ന് പറയുന്നു. കാവ്യകല കാവ്യൻ്റെ കലയായ മൃതസഞ്ജീവനിയാണത്രേ. ശുക്രാചാര്യന് കാവ്യൻ എന്ന് പേരുണ്ട്. ദേവി മൃതസഞ്ജീവനിയുടെ രൂപത്തോടു കൂടിയവളാണ് എന്നും പറയുന്നു. രസജ്ഞ നവരസങ്ങൾ, രുചി എന്നിവ അറിയുന്നവളാണ് ദേവി എന്ന് അർത്ഥം പറയുന്നു. ശൃംഗാരം, വീരം, കരുണം, ഭയാനകം, ബീഭത്സം, രൗദ്രം, ഹാസ്യം, അത്ഭുതം, ശാന്തം എന്നിവയാണ് നവരസങ്ങൾ, അതായത് 9 രസങ്ങൾ. നാവുകൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന രസങ്ങളാണ് മധുരം, എരിവ്, പുളി, ചവർപ്പ് തുടങ്ങിയവ. ദേവിയെ ഈ നാമത്തിൽ നൈവേദ്യങ്ങളുടെ രസം അനുഭവിച്ചറിയുന്നവൾ എന്നും വിശേഷിപ്പിക്കുന്നു. രസശേവധി ശേവധി എന്നാൽ നിധി എന്നാണ് അർത്ഥമെന്ന് നാം മനസ്സിലാക്കിയതാണ്. രസത്തിൻ്റെ നിധിയായവൾ, ഇരിപ്പിടമായവൾ എന്നൊക്കെ ദേവിയെ വിശേഷിപ്പിക്കുന്നു. ഇവിടെ ബ്രഹ്മാനന്ദത്തിൻ്റെ നിധിയാണ് ദേവി. ലളിതാ സഹസ്രനാമത്തിലെ 800 നാമമാണിത്. 8ാം ശതകം കഴിഞ്ഞു. പുഷ്ട ദേവിയെ ഇവിടെ പോഷിച്ചവൾ, പുഷ്ടിയുള്ളവൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. പ്രപഞ്ചമാകുന്ന ദേവിയുടെ ശരീരം 36 തത്വങ്ങൾ പൂർണ്ണമായി ചേർന്ന് രൂപീകരിക്കപ്പെട്ടതിനാൽ ദേവി പുഷ്ടിയുള്ളവളാണ്. എണ്ണമറ്റ ഗുണങ്ങളുള്ളവളാണ് ദേവി എന്നതുകൊണ്ടും ദേവിയെ പുഷ്ട എന്ന് വിളിക്കുന്നു. പുരാതന ദേവി എല്ലാ വസ്തുക്കളുടെയും ഉൽപ്പത്തിക്ക് മുൻപ് തന്നെ ഉണ്ടായവളാണ് എന്ന് നാം നേരത്തെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ദേവിയെ പുരാതന എന്ന് വിളിക്കാം. പൂജ്യ എല്ലാവർക്കും പൂജിക്കുവാൻ യോഗ്യയായവൾ, ദേവഗുരു സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നൊക്കെ ദേവിയെ ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. പുഷ്കര പുഷ്കം എന്നാൽ പുഷ്ടി, പോഷണം എന്നൊക്കെ പറയാം. പോഷിപ്പിക്കുന്നവൾ ആരോ അവൾ പുഷ്കര. ഭക്തന്മാർക്ക് ദേവി പുഷ്ടി നൽകുന്നു. പുഷ്കര തീർത്ഥത്തിൻ്റെ രൂപമാണ് ദേവിയെന്ന് പറയുന്നു. പുഷ്കരേക്ഷണ
പുഷ്കര എന്നാൽ താമര, ജലം എന്നൊക്കെ അർത്ഥം കാണാം. അക്ഷ എന്നാൽ കണ്ണ്. അപ്പോൾ ദേവിയെ ഈ നാമത്തിൽ താമരപ്പൂക്കൾ പോലെ ഭംഗിയുള്ള കണ്ണുകളോട് കൂടിയവളെന്നും ജലത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നവളെന്നും വിശേഷിപ്പിക്കാം. പ്രളയജലത്തിൽ ലോകം മുഴുവൻ മുങ്ങിക്കിടക്കുമ്പോൾ ദേവി ആ പ്രളയജലത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാകുന്നു എന്ന് പറയുന്നു. 153 ശ്ലോകം. പരം ജ്യോതി പരം ധാമ പരമാണു പരാത്പരാ പാശഹസ്ത പാശഹന്ത്രി പരമന്ത്രവിഭേദിനി. പരം ജ്യോതി, ബ്രഹ്മാത്മകമായ ജ്യോതിസാണ് ദേവി എന്ന് പറയുന്നു. പരമജ്ഞാനമാണ് നമ്മുടെ മനസ്സിൻ്റെ ഇരുട്ടിനെ അകറ്റുന്നത്. അതാണ് ദേവി എന്ന് അർത്ഥമാക്കുന്നു. പരംധാമ, ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥയായുള്ളവൾ, ഏറ്റവും പ്രകാശമായിട്ടുള്ളവൾ എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥം കാണുന്നു. ധാമ എന്നതിന് പ്രകാശമെന്ന് അർത്ഥമുള്ളതിനാൽ ദേവിയെ പരമമായ ശോഭയോടുകൂടിയവളെന്ന് വിശേഷിപ്പിക്കുന്നു. പരമാണു, ദേവിയെ സൂക്ഷ്മമായ അണുവിനേക്കാൾ സൂക്ഷ്മമായത്, മഹത്തായതിനേക്കാൾ മഹത്തായത് എന്നൊക്കെ ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. അണു എന്നതിന് മന്ത്രം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ദേവിയെ അത്യുത്കൃഷ്ടമായ മന്ത്രത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയവളെന്നും വിശേഷിപ്പിക്കാവുന്നതാണ്. പരാത്പര, ബ്രഹ്മ, വിഷ്ണു, ശിവൻ എന്നിവരെ പരന്മാർ എന്ന് പറയുന്നു. അവരെക്കാൾ ശ്രേഷ്ഠമായവളാണ് ദേവിയെന്ന് പറയുന്നു. പാശഹസ്ത, കയ്യിൽ പാശം അതായത് കയറ് ഏന്തിയവളെന്ന് അർത്ഥം പറയുന്നു. ദേവിയുടെ ഇടതുഭാഗത്ത് താഴെയുള്ള കയ്യിൽ രണ്ടറ്റവും കൂർത്ത കയർ ധരിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ തുടക്കത്തിലേ കണ്ടതാണ്. ദേവിയുടെ കൈകൾ കൊണ്ട് ഭക്തരെ സംസാരമാകുന്ന പാശത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. പാശഹന്ത്രി, പാശങ്ങളെ അതായത് ആശ തുടങ്ങിയ മോഹങ്ങളെ നശിപ്പിക്കുന്നവളാണ് ദേവിയെന്ന് അർത്ഥം വരുന്നു. പരമന്ത്രവിഭേദിനി, ശത്രുക്കളുടെ മന്ത്രങ്ങളെ നശിപ്പിക്കുന്നവൾ, പരമന്ത്രത്തെ ഭാഗിച്ചു കൊടുക്കുന്നവൾ, പഞ്ചദശാക്ഷരിയാൽ പാപങ്ങളെ നശിപ്പിക്കുന്നവൾ എന്നൊക്കെ ഈ നാമം കൊണ്ട് ദേവിയെ വിശേഷിപ്പിക്കുന്നു. ആഭിചാരം തുടങ്ങിയ ദുർമന്ത്രവാദ കർമ്മങ്ങളുടെ അനിഷ്ട ഫലങ്ങളെ അകറ്റുന്നവളാണ് ദേവി എന്ന് പറയുന്നു. പരമന്ത്രം ശ്രേഷ്ഠമായ ഒരു മന്ത്രമാണ്. അതുതന്നെയാണ് പഞ്ചദശാക്ഷരി മന്ത്രം. അതിൻ്റെ ഉപാസനാമാർഗം 12 നിശ്ചയിച്ച് ദേവി തൻ്റെ പരമഭക്തന്മാരെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ദേവി പരമന്ത്ര വിഭേദിനിയായി. മനു, ചന്ദ്രൻ, കുബേരൻ, ലോപാമുദ്ര, മന്മഥൻ, അഗസ്ത്യൻ, അഗ്നി, സൂര്യൻ, നന്ദി, സ്കന്ദൻ, ശിവൻ, ദുർവാസാവ് എന്നിവരാണ് ആ 12 പേർ. 154 ശ്ലോകം. മൂർത്താമൂർത്ത നിത്യതൃപ്ത മുനിമാനസഹംസിക സത്യവ്രത സത്യരൂപ സർവാന്തര്യാമിണി സതി. മൂർത്താമൂർത്ത നിത്യതൃപ്ത, 3 നാമങ്ങൾ നമ്മൾ പദം മുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ. മൂർത്ത, അമൂർത്ത, അനിത്യതൃപ്ത എന്നിങ്ങനെ 3 നാമങ്ങളായിട്ട്. മൂർത്ത, പ്രപഞ്ചസ്വരൂപിണിയായവൾ, സ്വരൂപമുള്ളവൾ എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥം പറയുന്നു. ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതൊക്കെ ദേവിയാണ് എന്നർത്ഥമാക്കുന്നു. അമൂർത്ത, മൂർത്തയല്ലാത്തവൾ, അക്ഷരമായ ബ്രഹ്മസ്വരൂപിണി എന്നൊക്കെ ദേവിയെ വിശേഷിപ്പിക്കുന്നു. ധർമ്മം ക്ഷയിക്കുമ്പോൾ പരബ്രഹ്മം ഓരോ രൂപമെടുത്ത് അവതരിക്കുന്നു. ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ദുർഗ, ലളിത തുടങ്ങിയവർ മൂർത്തങ്ങളായി പറയുന്നു. ഇവരുടെ രൂപം മനസ്സിൽ പതിപ്പിക്കാനാവും. ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ എന്നിവയാൽ ഇവരെ മനസ്സിലാക്കാനാകും. എന്നാൽ പരബ്രഹ്മം രൂപമില്ലാത്തതാണ്. ഇതിനെ മനസ്സും ഇന്ദ്രിയങ്ങളും കൊണ്ട് മനസ്സിലാക്കാനോ കണ്ടുപിടിക്കാനോ കഴിയില്ല. അത് അമൂർത്തമാണ്, നിർഗുണമാണ്. ദേവി മൂർത്തമായും അമൂർത്തമായും സ്ഥിതി ചെയ്യുന്നു എന്നിവിടെ പറയുന്നു. അനിത്യതൃപ്ത, അനിത്യ ഉപഹാരങ്ങളാൽ തൃപ്തിപ്പെടുന്നവളെന്നും ഒന്നുകൊണ്ടും തൃപ്തി വരാത്ത ആത്മമായവളെന്നും ദേവിയെ വിശേഷിപ്പിക്കുന്നു. പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം അനിത്യമാണ്. അവ ദേവിക്ക് സമർപ്പിക്കുമ്പോൾ ദേവി തൃപ്തയാകുന്നു എന്നതുകൊണ്ട് അനിത്യതൃപ്ത. അനിതി, അതൃപ്ത എന്ന് പദം മുറിച്ചാൽ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടാത്തവളാണ് ദേവിയെന്ന് അർത്ഥം വരുന്നു. ഈ പ്രപഞ്ചം മുഴുവനുമായി നിറഞ്ഞു നിൽക്കുന്ന ദേവിക്ക് പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ നിസ്സാരമാണ് എന്ന് പറയുന്നു. മുനിമാനസ ഹംസിക, മുനിമാരുടെ ശുദ്ധമായ മനസ്സാകുന്ന സരസിൽ ഒരു ഹംസത്തെപ്പോലെ വിഹരിക്കുന്നവളാണ് ദേവി എന്ന് പറയുന്നു. മനസ്സും ഇന്ദ്രിയങ്ങളും സംയമനം ചെയ്തവരാണ് മുനിമാർ. അവരുടെ മനസ്സ് മാനസ സരസ് പോലെ ശാന്തമാകുന്നു എന്ന് പറയുന്നു. ശുദ്ധമായ ജലത്തിൽ മാത്രം വസിക്കുന്ന അരയന്നങ്ങൾ മാനസ സരസിൽ വിഹരിക്കുന്നു. അതുപോലെ ദേവി മുനിമാരുടെ മനസ്സിലും. ഈ നാമത്തെ മുനി, മാന, സഹംസിക എന്ന് പദം കുറിച്ചാൽ ദേവി മുനിമാരെ കണ്ട് ആഹ്ലാദിച്ച് അവരെ ബഹുമാനിക്കാനായി ചിലമ്പ് ധരിച്ച് നൃത്തം ചെയ്യുന്നവളാണ് എന്ന് പറയാം.
മാന എന്ന പദത്തിന് ബഹുമാനിക്കുന്നത് എന്നും സഹംസിക എന്നാൽ പാദങ്ങളിൽ ചിലമ്പ് ധരിച്ചവളെന്നും അർത്ഥം പറയുന്നു. സത്യവ്രത, സത്യം വ്രതമായിട്ടുള്ളവൾ, സത്യവ്രതൻ എന്ന ബ്രാഹ്മണിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തവൾ, ഉടൻ ഫലം നൽകുന്ന വ്രതങ്ങളോട് കൂടിയവൾ എന്നൊക്കെ അർത്ഥം ഈ നാമത്തിൽ കാണാം. ദേവി സത്യത്തെ ഒരു വ്രതമായി എടുത്തിരിക്കുന്നു. ഒരിക്കലും വാക്കുമാറില്ല എന്നതിനാൽ സത്യവ്രത. ദേവി ഭാഗവതത്തിൽ സത്യവ്രതൻ എന്നൊരു ബ്രാഹ്മണനെക്കുറിച്ച് പറയുന്നുണ്ട്. അക്ഷരാഭ്യാസമില്ലാത്തവനും മൂർഖനുമായിരുന്നെങ്കിലും ദേവീ ഉപാസനയാൽ കാലക്രമത്തിൽ പരമേശ്വരിയുടെ കരുണയാൽ കാവ്യരാജനായി തീർന്നു എന്ന് പറയുന്നു. അദ്ദേഹം ദേവിയിൽ നിന്ന് അഭിന്നനായി എന്നതിനാൽ ദേവി സത്യവ്രതയായി എന്ന് പറയുന്നു. സത്യരൂപ, ദേവി സത്യം തന്നെ രൂപമായിട്ടുള്ളവളാണ് എന്നർത്ഥം പറയുന്നു. ദേവിയുടെ രൂപം സത്യമായി തന്നെ കാലാകാലവും നിലനിൽക്കുന്നു, നിത്യയാകുന്നു എന്നതിനാൽ സത്യരൂപ. സർവാന്തര്യാമിണി, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്നവളാണ് ദേവിയെന്ന് നമുക്ക് അറിയാവുന്നതാണല്ലോ. എല്ലാവരുടെയും അന്ധക്കരണത്തെയും ഉറപ്പിച്ചു നിർത്തുന്നവൾ എന്നും ഈ നാമം ദേവിയെ വിശേഷിപ്പിക്കുന്നു. സതി, ശിവൻ്റെ പത്നിയാണ് സതി എന്ന് നമുക്കറിയാമല്ലോ. സതിയുടെ ആത്മത്യാഗത്തിന് ശേഷം പാർവതിയായി ജനിച്ച് ദേവി വീണ്ടും ശിവനോട് യോജിച്ചു. അതുകൊണ്ട് ദേവി സതി തന്നെയാണ്. പതിവ്രത സ്വരൂപിണിയാണ് ദേവിയെന്ന് ഇവിടെ പറയുന്നു. ശിവൻ്റെ ഏതവതാരത്തിലും അല്ലെങ്കിൽ രൂപത്തിലും ദേവി തന്നെയാണ് ശിവപത്നി. അല്ലെങ്കിൽ ദേവിയുടെ എല്ലാ അവതാരത്തിലും ശിവൻ തന്നെയാണ് ദേവിയുടെ പതി. അതുകൊണ്ട് ദേവി പതിവ്രതയാണ്. 155 ശ്ലോകം. ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപാ ബുധാർച്ചിത പ്രസവിത്രീ പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠ പ്രകടാകൃതി. ബ്രഹ്മാണി, ദേവി സരസ്വതി രൂപത്തിലുള്ളവളാണ് എന്ന് നാം നേരത്തെ കണ്ടതാണ്. അതുകൊണ്ട് ദേവി ബ്രഹ്മാണി ആയി. ബ്രഹ്മത്തിൻ്റെ ആണി, അതായത് അംശം ആയിട്ടുള്ളവൾ, ബ്രഹ്മശക്തിയായി രൂപം കൊണ്ടവൾ എന്നൊക്കെയും ഈ നാമത്തിന് അർത്ഥം കാണുന്നു. ബ്രഹ്മജനനി, ഇത് 2 നാമങ്ങളായി മനസ്സിലാക്കണം. ബ്രഹ്മ എന്നും ജനനി എന്നും രണ്ടായിട്ട്. ബ്രഹ്മ, ദേവി ബ്രഹ്മസ്വരൂപിണിയാണ് എന്ന് പറയുന്നു. ജനനി, ജനനി എന്നാൽ മാതാവ് എന്ന് നമുക്കറിയാം. സർവ്വലോക മാതാവാണ് ദേവിയെന്ന് ഒരിക്കൽ കൂടി വിശേഷിപ്പിക്കുകയാണ് ഈ നാമത്തിലൂടെ. ശ്രീമാത, വിധാത്രി, മാതാ, പ്രസവിത്രി, അംബ എന്നീ നാമങ്ങളിലൂടെയും നമ്മൾ ദേവിയെ സർവ്വലോക മാതാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ബഹുരൂപ, എണ്ണമറ്റ രൂപത്തോടു കൂടിയവളാണ് ദേവിയെന്ന് ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. ഈ വിശ്വം തന്നെ പല രൂപങ്ങളിലാണ് എന്ന് പറയുന്നു. എല്ലാറ്റിലും ദേവിയുണ്ട്. അതുകൊണ്ടും ദേവിയെ ബഹുരൂപ എന്ന് വിളിക്കുന്നു. ബുധാർച്ചിത, ബുധന്മാരെന്നാൽ ജ്ഞാനികളാണ്. ജ്ഞാനി ബ്രഹ്മജ്ഞനാകുന്നു. ബ്രഹ്മജ്ഞൻ ബ്രഹ്മം തന്നെയുമാണ്. എന്നാലും അവരും ദേവിയെ ആരാധിക്കുന്നു. പ്രസവിത്രി, ബ്രഹ്മാവ് മുതൽ സ്ഥാവരങ്ങൾ വരെയുള്ളവ ദേവിയിൽ നിന്ന് പ്രത്യക്ഷമായി എന്ന് പറയുന്നു. മഹത്തത്വം മുതൽ പ്രപഞ്ചം വരെ ദേവിയിൽ നിന്ന് ഉണ്ടായതാണ്. അങ്ങനെ സർവചരാചരങ്ങളുടെയും ജനയിത്രിയാണ് ദേവി. പ്രചണ്ഡാജ്ഞ, ഇതും 2 നാമങ്ങളായി മനസ്സിലാക്കണം. പ്രചണ്ഡ എന്നും ആജ്ഞ എന്നും. പ്രചണ്ഡ, വളരെയധികം കോപശീലമുള്ളവളാണ് ദേവിയെന്ന് ഈ നാമത്തിൽ പറയുന്നു. മഹാരാജ്ഞിയായ ദേവിക്ക് എല്ലാവരെയും തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ ചിലപ്പോൾ ഭയപ്പെടുത്തുന്ന രൂപം സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ദേവിയെ പ്രചണ്ഡ എന്ന് പറയുന്നു. ആജ്ഞ, ദേവി ആജ്ഞാചക്രമായവളാണ്, വേദസ്വരൂപിണിയാണ് എന്നൊക്കെ പറയുന്നു. ഏതെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടവ, ഏതെല്ലാമാണ് തള്ളേണ്ടവ എന്നൊക്കെ വേദങ്ങളിൽ പറയുന്നു. ദേവി വേദസ്വരൂപിണിയാണ്. അതുകൊണ്ട് ദേവി ആജ്ഞ ആയി. ദേവി ത്രിഗുണാത്മികയും സർവജ്ഞയും ആകുന്നു. പ്രതിഷ്ഠ, ലോകങ്ങളെയെല്ലാം പ്രതിഷ്ഠിച്ചിരിക്കുന്നവളായതുകൊണ്ട് ദേവിയെ പ്രതിഷ്ഠ എന്ന് പറയുന്നു. പ്രപഞ്ചത്തിൻ്റെ ആധാരശക്തി ദേവിയാണ്. പ്രകടാകൃതി, പ്രകടമായ സ്പഷ്ടമായ ആകൃതിയോട് കൂടിയവളാണ് ദേവിയെന്ന് പറയുന്നു. ശ്രീചക്രത്തിൻ്റെ ആദ്യത്തെ ആവരണമായ ത്രൈലോക്യമോഹന ചക്രത്തിൽ പ്രകടയോഗിനി രൂപത്തിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 155 ശ്ലോകങ്ങളും 830 നാമങ്ങളും കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ 5 ശ്ലോകങ്ങൾ നമുക്ക് ചെല്ലാം. സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ കവർദിനി കലാമാല കാമധു കാമരൂപിണി കലാനിധി കാവ്യകല രസജ്ഞ രസശേവധി പുഷ്ടാ പുരാതന പൂജ്യ പുഷ്കര പുഷ്കരേക്ഷണ പരം ജ്യോതി പരം ധാമ പരമാണു പരാത്പര
പാശഹസ്ത പാശഹന്ത്രി പരമന്ത്രവിഭേദിനി മൂർത്താമൂർത്ത നിത്യതൃപ്ത മുനിമാനസഹംസിക സത്യവ്രത സത്യരൂപ സർവാന്തര്യാമിണി സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപ ബുധാർച്ചിത പ്രസവിത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠ പ്രകടാകൃതി. 156 മുതൽ 160 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.